നിങ്ങൾക്കറിയാമോ, വെറും 18% സ്ത്രീകൾക്ക് മാത്രമേ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ, അതായത് ലിംഗം ഒരു സ്ത്രീയുടെ യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ പറ്റുകയുള്ളൂ. എന്താണ് ഏറ്റവും മികച്ച സെക്സ് പൊസിഷൻ? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളെ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന സെക്ഷൽ പൊസിഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണേലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ പറയുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80% പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി ചികിത്സിച്ച് മരുന്ന് കഴിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റി ഉണ്ടാക്കിയ കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമൊക്കെയാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ലൈംഗികതയിലുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ വിജയം എന്ന് കരുതുന്നത് പെനിട്രേറ്റീവ് സെക്സ് ആണ്, അതായത് ഒരു സ്ത്രീയുടെ യോനിയിലെ ലിംഗം പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്ഷൽ ആക്ടിവിറ്റി. എന്നാൽ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റി വളരെ കുറച്ച് സ്ത്രീകളിൽ മാത്രമേ രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം നൽകുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം സ്ത്രീകളുടെ ആ ഒരു ലൈംഗിക ഉത്തേജനം ഉണർത്തുന്ന അവയവം എന്ന് പറയുന്നത് യോനിയല്ല, ക്രിസരിയാണ്. ഈ ക്രിസരി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അത് എങ്ങനെ ശരിയായ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്നും ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്കും കൂടെ സുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രിസരിയുടെ സ്റ്റിമുലേഷനും കൂടെ വളരെ ആവശ്യമാണ്. പല ദീർഘകാല ദാമ്പത്യ ബന്ധത്തിലും ജീവിക്കുന്ന ദമ്പതികൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സെക്സിലുള്ള താല്പര്യമില്ലായ്മ. ഇത് വർഷങ്ങളോളം സെക്സ് ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവർത്തന വിരസത കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ദോശയും ചമ്മന്തിയും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് തോന്നില്ലേ? എന്നാൽ ആ ദോശ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എഗ് ദോശയായിട്ടും പൊടി ദോശയായിട്ടും നീർദോശയായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിച്ചാലോ അതിലുള്ള താല്പര്യം നമുക്ക് നിലനിൽക്കുകയും ചെയ്യും, ഇല്ലേ? അതുപോലെ തന്നെയാണ് സെക്സ്. വർഷങ്ങളോളം ഒരേ രീതിയിൽ സെക്സ് ചെയ്ത് വിരസമായിട്ട് മാറിയ ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ പുതിയ സെക്ഷൽ പൊസിഷൻസ് വളരെയധികം സഹായിക്കും. 4-ാം നൂറ്റാണ്ടിൽ വത്സായന മഹർഷി സമാഹരിച്ച കാമസൂത്രയിൽ ഒരു സ്ത്രീക്കും പുരുഷനും രതിമൂർച്ചയിലെത്തുന്നതിന് വേണ്ടിയും ലൈംഗിക ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി 100 കണക്കിന് സെക്ഷൽ പൊസിഷൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവയിൽ എല്ലാം ഒന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയില്ല, കാരണം അതിന് വളരെയധികം സ്കില്ലും ഫ്ലെക്സിബിലിറ്റിയും സ്റ്റാമിനയും എനർജിയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ചില സെക്ഷൽ പൊസിഷൻസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് മിഷണറി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പ്രിഫർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൽ പൊസിഷനാണ് ഇത്. മുഖത്തോട് മുഖം കണ്ണുകളിൽ നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ദമ്പതികൾ തമ്മിൽ ഒരു ഇൻറ്റിമസി ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. പക്ഷേ ഈ ഒരു പൊസിഷൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഒരു ക്രിസരിയുടെ സ്റ്റിമുലേഷൻ നടക്കുകയില്ല എന്നുള്ളതാണ്. എങ്കിലും ഇന്നും വളരെയധികം ദമ്പതികൾ പ്രിഫർ ചെയ്യുന്ന ഒരു സെക്ഷൽ പൊസിഷനാണ് ഈ മിഷണറി സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ഒരു സ്ത്രീയുടെ ക്രിസരിക്കും കൂടെ സ്റ്റിമുലേഷൻ നൽകാൻ സഹായിക്കുന്ന 3 സെക്ഷൽ പൊസിഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് വുമൺ ഓൺ ടോപ്പ്. ഈ പേര് പോലെ തന്നെ സ്ത്രീ പുരുഷൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു സെക്ഷൽ പൊസിഷനാണ്. ഇത് സ്ത്രീകൾക്ക് വളരെയധികം കൺട്രോളും സെക്ഷൽ ഫ്രീഡവും ഓട്ടോണമിയും ഒക്കെ നൽകുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ അവരുടെ ക്രിസരിക്ക് മാക്സിമം സ്റ്റിമുലേഷനും ഒക്കെ ഈ ഒരു പൊസിഷൻ മൂലം കിട്ടുന്നുണ്ട്. ഇത് ബാക്ക് പ്രോബ്ലം ഉള്ള പുരുഷന്മാർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പൊസിഷനാണ്, കാരണം ഇതിൽ വേർക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണ്. ഇനി രണ്ടാമത്തേതാണ് ഡോഗി സ്റ്റൈൽ. മിക്ക മൃഗങ്ങളും ചെയ്യുന്ന ഒരു സെക്ഷൽ പൊസിഷനാണിത്. മനുഷ്യമൃഗവും വ്യത്യാസമല്ല. ഇത് വളരെയധികം സ്ത്രീകളിൽ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഒരു പൊസിഷനാണിത്. ഇത് പ്രധാനമായിട്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സ്ത്രീകളിൽ അവരുടെ ശരീരത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന രതിസുഖത്തിൻ്റെ മാന്ത്രിക സ്പോട്ടായ ജി സ്പോട്ടിൻ്റെ സ്റ്റിമുലേഷനും കൂടെ ഈ ഒരു സെക്ഷൽ പൊസിഷനിലൂടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ചില സ്ത്രീകൾക്ക് ഈ ഒരു സെക്ഷൽ പൊസിഷൻ മുഖത്തോട് മുഖം കാണാത്തത് കൊണ്ട് ഒട്ടും ഇൻറ്റിമസി തോന്നിക്കാറില്ല എന്ന് പറയാറുണ്ട്. സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കി ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമായേക്കും. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും പൊസിഷനാണ് കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക്. ഇത് കാഴ്ചയിൽ മിഷണറി പൊസിഷൻ പോലെ തന്നെയാണെങ്കിലും ഇത് സെക്സ് ചെയ്യുന്ന രീതിയിൽ വളരെയധികം വ്യത്യാസമുള്ള ഒരു ടെക്നിക്കാണ്. സാധാരണ മിഷണറി പൊസിഷനിൽ പുരുഷന്മാർ ക്രിസരിയുടെ സ്റ്റിമുലേഷൻ നൽകാത്ത ഒരു ഇൻ ആൻഡ് ഔട്ട് ടെക്നിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശൈലി സ്വീകരിക്കുന്ന പുരുഷന്മാർ അവരുടെ ലിംഗത്തോടൊപ്പം തന്നെ അരക്കെട്ടും ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ ക്രിസരി എല്ലാ ആംഗിളിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സാധാരണ ഒരു മിഷണറി പൊസിഷനെ അപേക്ഷിച്ച് ഈ ടെക്നിക്ക് വിജയിപ്പിക്കുന്നതിൽ സ്ത്രീകൾക്കും തുല്യ പങ്കുണ്ട്. ഈ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു മിഷണറി ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ അത് രതിമൂർച്ചയിലെത്തുന്നതിന് വേണ്ടി പലതവണ പ്രാക്ടീസും ചെയ്യേണ്ടി വന്നേക്കാം.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഇപ്പോൾ സംശയം തോന്നിയേക്കാം ഈ 3 സെക്സ് പൊസിഷനിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന്. അതിൻ്റെ ഉത്തരം എല്ലാ ദമ്പതികളിലും വ്യത്യസ്തമായിരിക്കും. കാരണം ഏത് സെക്സ് പൊസിഷനാണോ ആ ദമ്പതികൾക്ക് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതായിരിക്കും അവരുടെ ബെസ്റ്റ് സെക്സ് പൊസിഷൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് സ്ത്രീകൾക്ക് എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന സെക്സ് പൊസിഷനെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോ.